എല്ലാവർക്കും പുതിയൊരു തുടക്കത്തിലേക്ക് സ്വാഗതം. 4 ദിവസമായി കുളിച്ചിട്ട്. അപ്പോൾ ഒരു കുളിയൊക്കെ പാസ്സാക്കി. അപ്പം തന്നെ മനസ്സിന് വല്ലാത്തൊരു സമാധാനം കിട്ടി. ഹോസ്പിറ്റലിൽ പോയി കൈ കാണിച്ചു. സ്റ്റിച്ച് വെട്ടാനായിട്ടില്ല, പക്ഷേ എൻ്റെ നിർബന്ധപ്രകാരം വെട്ടിയതാണ്. കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഈ ചൂട് വല്ലാത്ത കെട്ടിവെച്ചിട്ടേ. അപ്പോൾ കൈ കാണണ്ട എല്ലാവർക്കും. ഞാനെന്തിനാലേ നിങ്ങളെ കാണിച്ചു തരുന്നത്? ഞാനായിട്ട് വരുത്തി കൂട്ടിയത് ഞാനായിട്ട് തന്നെ സഹിക്കുക. എന്തിനു നിങ്ങളെ കാണിക്കണമെന്ന്? എന്നാലും വേണ്ടില്ല. ഇതാണ് അവസ്ഥ. ഒരു സൈഡിലേക്ക് ഉണങ്ങിയിട്ടുണ്ട്, മറ്റേ സൈഡിലേക്ക് ഉണങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ പുതിയൊരു തുടക്കം കുറിക്കുകയാണ്. എന്നെ പരിചയമുള്ളൊരു ഡോക്ടറായിരുന്നു ഹോസ്പിറ്റലിന് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കാണിച്ചത്. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊന്നും ഇങ്ങനത്തെ കേസ് അറ്റൻഡ് അവർ ചെയ്യൂലല്ലോ. പിന്നെ അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലേ ചെയ്യുള്ളൂ, പൊതുവേ ചെയ്യാറില്ല. അപ്പോൾ എന്നെ ഭയങ്കര പരിചയമുള്ളൊരു ഡോക്ടറായിരുന്നു. അന്ന് കാണിച്ചത് വേറൊരു ഡോക്ടറെയും ഇന്ന് കാണിച്ചത് വേറൊരു ഡോക്ടറെയും കേട്ടോ. അന്ന് നൈറ്റ് ആയതുകൊണ്ട് ഡോക്ടർ പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇന്ന് ഒ പി പോയിട്ട് കാണിച്ചതാണ്. അപ്പോൾ ഡോക്ടറിനോട് എന്താ കാര്യകാരണങ്ങൾ സ്വാഭാവികമാണല്ലോ ചോദിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം എന്നോട് ഡോക്ടർക്ക് എങ്ങനെയാണ് എന്നെ പരിചയം എന്ന് വെച്ചാൽ, എൻ്റെ സുഹൃത്തോ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ പഠിച്ച സുഹൃത്തുക്കൾ അങ്ങനെയൊന്നുമല്ല കേട്ടോ. എനിക്ക് എൻ്റെ കൂടെ പഠിച്ചവരാരും ഡോക്ടർ ആവാനുള്ള അത്ര നിലവാരമുള്ള ഒരാളൊന്നുമില്ലല്ലോ ഞാൻ. അത് എന്നോട് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയ കൂടി ഒരു സ്ത്രീ എന്നെ അപമാനിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എടുത്തേ വൈക്ക് എന്നോട് ചോദിച്ചു, വിമർശനങ്ങൾക്ക് നീ ഇങ്ങനെ ചെയ്യാൻ പോയാൽ എത്ര വിമർശനങ്ങൾക്ക് നീ എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സഹിക്കുന്നതിനും പൊറുക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മൾ എവിടെയെങ്കിലും എത്തി എന്ന് മറ്റൊരാൾക്ക് തോന്നുന്ന സമയത്താണ് അവർ നമ്മളെ വിമർശിക്കാൻ വരിക. അപ്പോൾ അവരുടെ വിമർശനങ്ങളെ നമ്മൾ വിജയമാക്കിയാണ് കണക്കാക്കേണ്ടതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം എനിക്കും തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂടെ പഠിച്ചതോ ഒന്നുമല്ല. എന്നോട് പറഞ്ഞു, ഞാൻ നിൻ്റെ സുഹൃത്താണോ? ആണ്, പക്ഷെ എങ്ങനെയാണ് സൗഹൃദം വന്നത് എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെക്കുറിച്ച് ഇങ്ങനെ കേട്ട് പരിചയപ്പെട്ട് അങ്ങനെ വന്ന, അല്ലാതെ നിൻ്റെ കൂടെ പഠിച്ചതോ നിൻ്റെ കുടുംബമോ നിൻ്റെ അയൽവാസിയോ അല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, അതാണ് നീ ചിന്തിക്കേണ്ടത്. ഒരു 1 മില്യൺ ഫോളോവേഴ്സുള്ള അല്ലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ ആണെങ്കിൽ പോലും അയാളെ പുറത്തിറങ്ങിയ ഒരു മനുഷ്യനെ അറിയണമെന്നില്ല. ആ മനുഷ്യന് മറ്റൊരാളടുത്ത് അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ നിന്നെപ്പോലുള്ള ഒരാളെ വിമർശിക്കണം. ആ വിമർശനങ്ങൾ കൊണ്ട് അവർ 10 പേരിൽ നിന്നും 100 പേരിലേക്ക് അറിയപ്പെടാൻ വരും. കാരണം നിൻ്റെ ന്യൂസ് എന്ന് പറയുന്നത് എല്ലാവർക്കും കാതോർത്തിരിക്കുന്ന, നെഗറ്റീവും പോസിറ്റീവും ഉള്ള ഒരാളാണ് നീ എന്ന് പറഞ്ഞു. കാതോർത്തിരിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ആ കാതിന് അത് ഏത് മതസ്ഥരെ എന്നില്ലാതെ കാതോർത്തിരിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ആ ന്യൂസ് അവരിൽ എത്തിക്കുമ്പം അവരെ 10 പേരാണ് അറിയുന്നതെങ്കിൽ അത് അവർ 100 ആക്കി എടുക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ വിമർശിക്കുന്ന ആൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു. നിനക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? നിന്നെ എങ്ങനെയൊക്കെ ആളറിയും? അപ്പം നീ കൂട്ടിയാൽ മതി. നിന്നിലൂടെ അവർ പേരും പ്രശസ്തി എടുക്കാൻ ശ്രമിക്കുന്നതാണ് എന്നുള്ള കാര്യം ആദ്യം നീ മനസ്സിലാക്കുക. കാരണം എനിക്ക് ഫസ്റ്റിൽ ഞാൻ ഇത് കാണിച്ച സമയത്ത് ഞാൻ അന്ന് ഷീറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഷീറ്റിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് സൈക്കാട്രി, എനിക്ക് കൗൺസിലിംഗ് നിർബന്ധമാണ് എന്നുള്ളത്. പക്ഷേ ഈ ഡോക്ടർ എനിക്ക് കൗൺസിലിംഗ് നിർബന്ധമാണെന്നുള്ളതും കൗൺസിലിങ്ങിന് ഞാൻ പോകണമെന്നുള്ളതും നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഡോക്ടർ രീതിയിൽ എന്നെ കൗൺസിലിംഗ് ചെയ്തതാണ്. അപ്പം അതൊക്കെ കേട്ടപ്പോൾ അറിഞ്ഞപ്പോൾ സത്യമല്ലേ എന്ന് സ്വയം ചിന്തിച്ചു. നമ്മൾ എവിടെയെങ്കിലും എത്തി അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ആയി എന്ന് തോന്നുന്ന സമയത്താണ് മറ്റുള്ളവർ നമ്മളെ വിമർശിക്കുക എന്ന് പറഞ്ഞു. അത് നമ്മൾ ഓരോരുത്തരുടെ കുടുംബത്തിലും അനുഭവിക്കുന്നൊരു സംഭവമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി കിട്ടി, നിങ്ങളെന്തെങ്കിലും ഡ്രസ്സോ അല്ലെങ്കിൽ ഓർണമെൻറ്റ്സൊക്കെ മേടിക്കുന്ന സമയത്ത് നിങ്ങളെയും വിമർശിക്കാൻ കുടുംബക്കാരും നാട്ടുകാരൊക്കെ വരില്ലേ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പം ഒരുപാട് എന്താ പറയുക, മനസ്സൊന്ന് റിലാക്സ് ആയിട്ടോ. അപ്പം അതിനെ ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്.
നല്ലതിനെ ഉൾക്കൊള്ളാനും ചീത്തയെ തള്ളിക്കളയാനും പഠിക്കുക എന്നുള്ളതാണ് നിനക്ക് ആദ്യം വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു. അപ്പം ഞാനിനി ഒരാളുടെയും ഒരു കാര്യങ്ങളും നോക്കാൻ പോകില്ല. എനിക്കെന്താണോ പറയാനുള്ളത് അത് കേൾക്കാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ കേൾക്കുക, കേൾക്കാനില്ലാത്ത ആൾക്കാരാണെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പോൾ ഇതിനു മുമ്പേയും ഞാൻ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഈ സ്ത്രീ അടക്കം ഉള്ള 4-5 സ്ത്രീകൾ കാരണമായിരുന്നു. ഇപ്പോഴും ആ സ്ത്രീ അടക്കം വേറെയും 2-3 സ്ത്രീകളാണ്. ഒരു സ്ത്രീയുടെ ശത്രു ഒരു സ്ത്രീയാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ സത്യമാണ് എന്നുള്ളതും മനസ്സിലായ ഒരു സംഭവമാണ്. ഏതായാലും മനസ്സൊന്ന് റിലാക്സായി. 2-3 ദിവസം ഞാൻ ഭയങ്കര എന്താ പറയുക, മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ ഇന്നലെ ഇവിടെ വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞല്ലോ, കൈ ഡ്രസ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പോകാൻ അവൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വാഹനം ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം 2 ദിവസം ഇങ്ങനെ പിടിച്ചതാണ്. വളയിട്ടതിൻ്റെ അടിയാളോ ഒന്നുകൂടി ഉണ്ട് കേട്ടോ. വെള്ളം നനച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ അവനും കുറേ ഉപദേശിച്ചു. അപ്പം നമ്മൾ മറ്റുള്ളവർ നമ്മളെ പേരും വെച്ച് പ്രശസ്തി നേടാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ അതിനൊത്ത് തുള്ളിക്കൊടുക്കാതെ നമ്മൾ നമ്മളേതായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ 2 കൈ കൊട്ടിയാലല്ലേ ഒച്ച ഉണ്ടാവും. ഒരു കൈ മാത്രം കൊട്ടിയാൽ എവിടെയെങ്കിലും ഇട്ട് കൊട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് എൻ്റെ കാര്യം നോക്കി എനിക്ക് നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നേടിയെടുക്കാൻ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തോറ്റു കൊടുക്കാനല്ല നിൽക്കേണ്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലായൊരു സംഭവമാണ്. അപ്പം എൻ്റെ നേട്ടങ്ങൾ കണ്ട് അസൂയപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ശത്രുക്കളായ നിങ്ങൾ നോക്കി നിന്നോളൂ. അപ്പം ഇനി ഒരു എന്താ പറയുക, പുതിയൊരു ലൈഫിലേക്ക് പുതിയൊരാളായിട്ട് കടന്ന് വരികയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ വരികയും. ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടർ കുറേ ചീത്ത പറഞ്ഞു. സ്റ്റിച്ച് വെട്ടാൻ എനിക്ക് കുറച്ച് വാശിയുണ്ട്. അപ്പോൾ എന്നെ നന്നായിട്ട് അറിയാവുന്നൊരു എന്നെ നന്നായിട്ട് അറിയാമെന്ന് വെച്ചാൽ അരുണ് പറഞ്ഞു കൊടുത്തും ഞാൻ പറഞ്ഞു കൊടുത്തുമായിട്ടുള്ള അറിവാട്ടോ അവർക്കുള്ളത്. കാരണം എനിക്ക് മൈഗ്രെയിൻ വരുന്ന സമയത്ത് ഒന്നെങ്കിൽ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും, അല്ലെങ്കിൽ ഇവിടെ സ്പെഷ്യാലിറ്റിയിലാണ് പോകാറ്. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആദ്യം ഏതാ ഡോക്ടർ എന്ന് നോക്കിയിട്ടേ ഞാൻ അപ്പുറം പോവുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ഞാനിങ്ങനെ ചിന്തിക്കും, നമ്മൾ രാപ്പകൽ കിടന്ന് സമ്പാദിക്കുന്ന ആൾക്കാരാണ്. ഈ രാപ്പകൽ കിടന്ന് സമ്പാദിക്കുന്ന സമ്പാദ്യം നമ്മൾ ഹോസ്പിറ്റലിൽ വെറുതെ എന്തിനാണ് എടുത്ത് കൊടുക്കുന്നത്? കാരണം ഈ സ്പെഷ്യാലിറ്റി പോയാൽ മിനിമം 700-800 രൂപ എനിക്ക് വരും. അപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ 5 രൂപ കൊണ്ട് കാര്യം കഴിയും. അപ്പോൾ ആദ്യം ഞാൻ പോയി നോക്കി ഏതാ ഡോക്ടർ എന്നുള്ളത്. അപ്പോൾ എനിക്ക് പരിചയമുള്ളതാണെങ്കിൽ ഞാൻ അവിടെ കാണിക്കും, ഇല്ലാത്തതാണെങ്കിൽ ചില ഡോക്ടർമാർ എന്ന് പറയുന്നത് എൻ്റെ പൊന്നോ താടകമാർ എന്ന് തന്നെ പറയാം. നമ്മൾ ഡോക്ടറെയൊക്കെ ദൈവതുല്യമായിട്ട് കണക്കാക്കണം എന്ന് പറയും. പക്ഷേ ചിലർ നമ്മളെ ഷൗട്ട് ചെയ്യുന്നത് കേൾക്കുമ്പോൾ എൻ്റെ കർത്താവേ ഇവരെയാണോ നമ്മൾ ദൈവതുല്യമായിട്ട് കണക്കാക്കി എന്നുള്ള ചിന്താഗതി പലർക്കും തോന്നിപ്പോയിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ള ആൾക്ക്. അപ്പോൾ പ്രൈവറ്റിലുള്ളവരാണേ നമ്മൾ പറയുന്നതിൽ അപ്പുറമല്ലല്ലോ. അപ്പം അങ്ങനെയാണ് പുതിയൊരു ലൈഫ്. വർക്ക് കുറേ ഉണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടെന്ന് കൊടുക്കേണ്ട 4 ഫോട്ടോസ് ഉണ്ട് ഇവിടെ. ചുമ്മാ പറയാമല്ലോ കേട്ടോ, കാണിച്ചു തരാം. അതൊക്കെ ഇനി ഒന്ന് റിക്കവറാക്കി എടുത്ത് കൊണ്ടുവരണം. ഫസ്റ്റ് വന്നത് ഇത് കഴിഞ്ഞതാട്ടോ. 3 ആൾക്കാർ ഇവിടെ നിൽക്കുന്ന ഇത് കഴിഞ്ഞതാണ്. ഈ 2 കഴിയാത്തതുമാണ്. കാണുന്നുണ്ടോ? ഞാൻ സ്റ്റിക്കമ്മലായതുകൊണ്ട് എത്രത്തോളം കാണുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. അപ്പം കുളിച്ചിരി പെയിൻറ്റിങ്ങിലോട്ട് കടക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു സാധനം ഇതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ മുറിവിൻ്റെ ഉള്ളിൽ പോകാൻ പാടില്ലാന്ന്. കാര്യം എന്താ വെച്ചാൽ ഇൻഫെക്ഷൻ ആവുന്നുള്ളത്. കാരണം തുന്നി വെട്ടാനാവാതെ വെട്ടിയ ഒരു സംഭവമാണല്ലോ. അപ്പോൾ പെയിൻറ്റ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതിന് ഞാൻ മറ്റേ നമ്മുടെ ബാൻഡേജ് ഉണ്ടല്ലോ അത് ജസ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. പെയിൻ്റായിട്ട് പിന്നെ അത് റിയാക്ഷനായി ഇരട്ടി വരുമല്ലോ. നമ്മൾ കലികാല സമയത്ത് എന്താ പറയുക, ഞാഞ്ഞൂലും പാമ്പായി വരും എന്ന് പറയുന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകണ്ടെന്ന് കരുതി ഞാൻ ബാൻഡേജും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ വർക്കിലേക്ക് ഇറങ്ങുകയാണ്.
കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നിനിപ്പോൾ പോകാനാവില്ലേ, കൈ അനക്കരുത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടി ഇന്ന് റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വാഹനം ഓടിക്കാൻ ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ബസ്സിൽ സ്ഥിരമായിട്ട് കയറിയിട്ട് വയ്യായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബസ് പൂർണ്ണമായിട്ട് ആക്കിയില്ല, എന്നാൽ അത്രമേൽ എമർജൻസി ഉണ്ടെങ്കിൽ പോകാമെന്ന് കരുതി. ഞാനെന്തോ കുറച്ച് കാലമായി ബസ്സിൽ യാത്ര തുടങ്ങിയിട്ട്. ഞാനങ്ങനെ ചെയ്യാത്തൊരു വ്യക്തിയാണ്. എനിക്ക് വാഹനം ഓടിക്കുന്ന ആൾക്കാർക്കറിയാം, പൊങ്ങച്ചവും തള്ളലും കാര്യങ്ങളൊന്നുമല്ല. വണ്ടിയുള്ള അറ്റ്ലീസ്റ്റ് 2 വീലറെങ്കിലും ഉള്ള ആൾക്കാർക്കറിയാം. നമ്മൾ വണ്ടീൻ്റെ മുകളിൽ പോയിട്ട് ഇങ്ങനെ ശീലിച്ച് നമുക്ക് പെട്ടെന്ന് ബസ്സിൽ പോകുമ്പോൾ, നമ്മൾ സ്പീഡിൽ പോയിട്ട് ബസ് പതിയെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിളായിട്ട് തോന്നും. 9ാം ക്ലാസ്സുകാർ ഇംഗ്ലീഷൊക്കെ പറയൂ കേട്ടോ. എന്നോട് ഡോക്ടർ ചോദിച്ചത്, ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറേ കൗൺസിലിങ് കിട്ടിയിട്ട്, എന്നോട് ചോദിച്ചു, ഒരു 9ാം ക്ലാസ്സുകാരി ജീവിക്കേണ്ട സാഹചര്യത്തിലാണോ നീ ജീവിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല. ഒരു 9ാം ക്ലാസ്സുകാരി നേടേണ്ട കാര്യങ്ങളൊക്കെയാണോ നീ നേടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല. എന്നെക്കാട്ടിലും നീ മികച്ച രീതിയിലല്ലേ ജീവിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതേ. അപ്പം എന്നോട് പറഞ്ഞു, രാപ്പകൽ കിടന്ന് ഉറക്കൊഴിച്ച് പഠിച്ച് ഇവിടം വരെ എത്തിയ എന്നെക്കാട്ടിലും ഒരു പടി മുമ്പിൽ നിനക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്, എന്തിന് നീ മറ്റൊരാളുടെ വാക്ക് കേൾക്കണമെന്ന് ചോദിച്ചു. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ചില സാഹചര്യങ്ങൾ, അത് എനിക്കെന്നില്ല, ആർക്കായാലും, ഈ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്കായാലും ചില സാഹചര്യം നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ആ ഒരവസ്ഥയിൽ നമുക്ക് മുമ്പിൽ മുഴുവനും ഇരുട്ടായിരിക്കും. അപ്പം നമ്മൾ 6 അടി മണ്ണ് മാത്രമേ ചിന്തിക്കുള്ളൂ. അപ്പം നിങ്ങളിൽ പലരും പല വിഷമങ്ങളിലും നിൽക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നത്. ഒരു അനിയത്തിന്നോ, ഒരു ചേച്ചിന്നോ, ഒരു മകളെന്നോ, ഒരു പെങ്ങളെന്നോ എന്നുള്ള രീതിയിൽ എനിക്ക് ഉപദേശിക്കാൻ ഒരു ഇതുമില്ല. കാരണം ജീവിതം തോറ്റുകൊടുക്കാൻ തയ്യാറായ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഉപദേശിക്കാൻ ഒരർഹതയില്ല. എങ്കിൽ പോലും ഞാൻ പറയാം, എന്നെപ്പോലെ വിഡ്ഢിത്തരം കാണിക്കരുത്. കാരണം ഇത്ര കാലം എനിക്ക് 33ാമത്തെ വയസ്സാണ്. എന്നെ ചെറുപ്രായത്തിൽ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് പറയാം. ഏജ് ഞാൻ പറയുന്നില്ല. അന്ന് തൊട്ടേ ഒരു ചെറുപ്രായത്തിലൊരു അമ്മയായ ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് തൊട്ടിട്ട് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വാപ്പയുടെ അടുത്ത് അല്ലെ ഉമ്മയുടെ അടുത്ത് ജീവിച്ചതിനെക്കാട്ടിലും കൂടുതലായിട്ട് എൻ്റെ മക്കളുടെ അടുത്ത് ഞാനിപ്പോൾ ജീവിച്ച് കഴിഞ്ഞു. അപ്പോൾ ഉമ്മാനേക്കും വാപ്പാക്കും ഞാൻ ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു, അതിൻ്റെ ഡബിൾക്ക് കൊടുക്കേണ്ടതായിരുന്നു ഞാൻ എൻ്റെ മക്കൾക്ക്. അവരെ മറന്ന് ഞാനിങ്ങനൊരു സംഭവത്തിലേക്ക് മുതിരാൻ പാടില്ലായിരുന്നു. പക്ഷേ എൻ്റെ മുമ്പിൽ ആ ഇരുട്ട്, ആരും ഒരു വെളിച്ചം തന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്തെങ്കിലും പറ്റി നമ്മൾ 6 അടി മണ്ണിലേക്ക് പോകുമ്പോൾ മാത്രമേ നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ ആൾക്കാർ വരുള്ളൂ. അതുവരെ നമ്മളെക്കുറിച്ച് മോശം പറയാനേ ആൾക്കാരുണ്ടാവുള്ളൂ. എന്നെ സംബന്ധിച്ച് നെഗറ്റീവും പോസിറ്റീവും നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, എന്തിനും ഒരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് എന്നുള്ളത്. അതേപോലെ എനിക്ക് റൈറ്റും ലെഫ്റ്റും ഉള്ളത് വേണം. എനിക്ക് നെഗറ്റീവും പോസിറ്റീവും ഈക്വലായിട്ടുള്ളൊരു വ്യക്തിയാണ്. പൊതുവെ ഒരു വ്യക്തിനെ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മതസ്ഥർ മാത്രമായിരിക്കും. പക്ഷേ എന്നെ അങ്ങനെയുമല്ല. എല്ലാ മതസ്ഥരും ഫോക്കസ് ചെയ്ത് എന്നിലുള്ള നല്ലതിനെയും ചീത്തതിനെയും ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട്. അത്രമേൽ വേറിട്ടൊരു വ്യക്തിയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ വൈകിപ്പോയി. ഇപ്പം നമ്മളൊരു മതത്തിൽ ജീവിക്കുമ്പോൾ ആ മതത്തിലുള്ള ആൾക്കാരാണ് മാത്രമാണ് നമ്മളെ ഫോക്കസ് ചെയ്യുക. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു മതത്തിലുള്ള ആൾക്കാരല്ല, എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് നല്ലത് വന്നാൽ ആഘോഷിക്കാനും ചീത്ത വന്നാൽ ആഘോഷിക്കാനും ആൾക്കാരുണ്ട്. ഓൾമോസ്റ്റ് ഞാൻ എപ്പോഴും പറയും, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പകുതി മുക്കാലും എൻ്റെ പുക കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, എൻ്റെ കഷ്ടകാലം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവരെന്നും എന്നെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സന്തോഷങ്ങൾ പങ്കിടുന്നതിനെക്കാട്ടിലപ്പുറം സങ്കടങ്ങൾ പങ്കിടുമ്പോൾ അവർക്ക് സന്തോഷം വരുന്നത്. അതൊക്കെ തിരിച്ചും അറിഞ്ഞ് നമ്മൾ വേണം ജീവിക്കാൻ. അപ്പം അങ്ങനെയാണ്. അപ്പം ഇനി പുതിയ നല്ല നല്ല വീഡിയോസുകളൊക്കെ പ്രതീക്ഷിക്കാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാറുണ്ട്. കുളിച്ചപ്പം മുടിയുടെ കളറ് പോയ പോലെ അവണിങ്ങനെ റെഡിയാവും കേട്ടോ. എൻ്റെ മക്കളെ, ഞാൻ
ഇന്ന് രാവിലെയും കൂടി ചിന്തിച്ചൊരു സംഭവമാണ്. നമ്മളൊരു 2 ദിവസത്തിലധികം കുളിക്കാതിരുന്ന നമ്മുടെ എല്ലാ അഹങ്കാരവും അവിടെ തീരും. നമ്മൾ ആരൊക്കെ ആണ് എന്നുള്ളൊരു ചിന്താഗതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഒരു പനി വന്ന് 2 ദിവസം നമ്മൾ കുളിക്കാതിരിക്കുമ്പോൾ നമ്മൾ ബോഡി ഒന്നായിട്ട് നമ്മളുടെ തളർന്നു പോകും. എന്തൊരു സുഖം എന്നറിയോ കുളിച്ചിട്ട്. 4 ദിവസമായി മേല് പോലും കഴുകാതെ. ഞാൻ അങ്ങനെ നിൽക്കാത്തൊരാളാണ്. ഞാൻ 2-3 കുളി ദിവസം കുളിക്കുന്ന ഒരാളാണ്. എനിക്കെന്തോ ഭയങ്കര ഒരു എനർജി പോലെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും സുഖവും സേഫും ആയിട്ടിരിക്കുക. ടാറ്റാ.